ധമ്മഘോഷൻ സുദർശവശത്തിന് വിവാഹം ചെയ്തു. അതായത് സൂര്യസേന മാനസാദേവിയുടെ ആദ്യത്തെ കുട്ടിയെ സുദർശവശസ് ധമ്മഘോഷൻ്റെ ദേശം നിലനിർത്തി. ധമ്മഘോഷൻ സുദർശവശസിൽ 3 കണ്ണും 3 കൈകൊണ്ട് ശിശുപാലം ജനിച്ചു. സൂര്യസേന മാനസാദേവി 5ാമത്തെ പുത്രനാണ് അക്കുയൻ. വംശം നിലനിർത്താൻ പറ്റുകയില്ല. കാരണം അക്കുയൻ പുത്രനാട് കൊണ്ടാണ്. അക്കുയൻ വേറെ ദേശത്ത് ഒരു കന്യകയെ കല്യാണം കഴിച്ചു. ആ കന്യകൻ്റെ പേരാണ് സുഡനു. സുഡനു അക്കുയൻ്റെ മധുരദേശം നിലനിർത്തി. അക്കുയനും സുഡനുവിനും 2 ആൺകുട്ടികൾ, ദേവഗണം ഉപദേവഗണം. അതുപോലെ സൂര്യസേന മാനസാദേവി 5ാമത്തെ പുത്രനാണ് ദേവശവൻ. പുത്രനാട് കൊണ്ട് വംശം നിലനിർത്താൻ പറ്റുകയില്ല. ദേവശവൻ വേയ ദേശകന്യകയായ ശ്രദ്ധയെ വിവാഹം ചെയ്തു. ശ്രദ്ധ ദേവശവൻ്റെ മധുരദേശം നിലനിർത്തി. ദേവശവ ശ്രദ്ധയുടെ മകനാണ് ഏകൻ നബിയൻ. അതുപോലെ തന്നെ നഗരാജിത്ത് ശ്രദ്ധകീർത്തിയെ വിവാഹം ചെയ്തു. അതായത് സൂര്യസേന മാനസാദേവി 6ാമത്തെ കുട്ടി ശുദ്ധകീർത്തി നഗരാജിത്തിൻ്റെ ഘോഷണദേശം നിലനിർത്തി. നഗരാജിത്ത് ശുദ്ധകീർത്തിയുടെ മകനാണ് ഭദ്രയം. അനുവിന്ദൻ യാചരദേവിയെ വിവാഹം ചെയ്തു. അതായത് സൂര്യസേന മാനസാദേവി 7ാമത്തെ കുട്ടി യാചരദേവി അവധിദേശം നിലനിർത്തി. അനുവിന്ദ യാചരദേവിയുടെ പുത്രിയാണ് മിറ്റാവിന്ദ. ഇനി 2 പേരും കൂടി പറയാനുണ്ട്. അതായത് വിജയും വസുദേവയും. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. നന്ദി, നമസ്കാരം.